ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ വന്നത് ഒരു എഗ് ടൊമാറ്റോ ദോശയാണ്. അതിന് ഞാൻ 3 സ്റ്റേജ് ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സവാള എടുത്ത് നല്ല ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അതേപോലെ തന്നെ ഒരു 3 തക്കാളിയും അതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ച് ഫ്രൈ പാൻ വെക്കാം. അതിലേക്ക് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത്. വെജിറ്റബിൾ ഓയിലാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഞാൻ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ സവാള ഒന്ന് ഇട്ട് കൊടുക്കും. അന്ന് വഴണ്ട് വരുമ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ച 3 തക്കാളിയും കൂടി അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതുകൂടി നന്നായി വഴലാൻ വെക്കുന്ന സമയത്ത് ഒരു 4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞതുകൂടി എടുക്കുന്നു. അത് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ഞാൻ ആ ഇഞ്ചിയും വെളുത്തുള്ളി അതിലേക്ക് ഇടുന്നു. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുകയാണ്. നന്നായിട്ടൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കും. നമ്മൾ മുട്ടയ്ക്കൊക്കെ നല്ല റോസ്റ്റ് ആക്കാൻ വേണ്ടി നല്ല തിക്കാ ഒരു ഗ്രേവി ഉണ്ടാക്കില്ലേ, അതേ വീട്ടില് നല്ല കട്ടിക്ക് ഒരു ഗ്രേവിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. മസാല എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അതേപോലെ ഒരു മസാലയാണ് ഞാനിവിടെ റെഡി ആക്കി എടുക്കുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഏകദേശം എന്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ഒരു മുട്ട എടുത്ത് പൊട്ടിച്ചൊഴിക്കുകയാണ്. അതിലേക്ക് ഒരു സ്വല്പം ഉപ്പുകൂടി ചേർത്ത് ഒന്ന് കലക്കി വെക്കുകയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് നാടൻ മുട്ടയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടില്ല. അപ്പം നാടൻ മുട്ട കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം ഞാൻ ഗ്യാസ് സ്റ്റവ് കത്തിച്ച് നമ്മൾ ഇടാനുള്ള പാത്രം ഗ്യാസിലേക്ക് വെച്ച് അതിനുശേഷം ആ എണ്ണ തടവി കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ മുകളിൽ കൈ ഒന്ന് വെച്ച് നോക്കി. കയ്യിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ചെറിയൊരു ചൂടടിക്കും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ദോശത്തവ ചൂടായിട്ടുണ്ടോ എന്ന്. അത് ശ്രദ്ധിക്കണം, നിങ്ങളുടെ കൈ കൊള്ളരുതേ. അതിനുശേഷം ഞാൻ ഒരു സ്പൂൺ ദോശമാവ് എടുത്തിട്ട് അതിലേക്ക് പരത്തി കൊടുക്കുകയാണ്. നല്ല പേപ്പർ പോലെ തിന്നായിരിക്കണം നമ്മൾ പരത്തി കൊടുക്കുന്നത്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാൻ മറക്കല്ലേ. ദോശമാവ് അരയ്ക്കുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ. എല്ലാവരും വീട്ടിൽ ദോശ ഉണ്ടാക്കുന്നവരാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും തലേദിവസേ അരിയും ഉഴുന്നും വെള്ളത്തിലിട്ട് കുതിർത്താണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അതിലേക്ക് ഞാൻ സ്വല്പം ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട്. അങ്ങനെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. എന്റെ ദോശ ഞാൻ നല്ലത് പരത്തിയിട്ടുണ്ടായിരുന്നു. പരത്തി പേപ്പർ പോലെ ആക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുണ്ട്, ഹെൽത്തി റെസിപ്പി അല്ലേ. അപ്പൊ അതുകൊണ്ട് കുറച്ച് നെയ്യും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ മുട്ടയുടെ കൂട്ട് അതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാല്ലേ, അവർക്ക് കുറച്ചുകൂടി ഇഷ്ടം തോന്നാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഒരു സൈഡിലേക്ക്, നമ്മൾ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ ഒരു സൈഡിൽ വെച്ചിട്ട് അല്ല ചെയ്യുന്നത്, അതേപോലെ ഒരു സൈഡിലാണ് ഞാൻ മസാല ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളാണ്. എന്നും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വാങ്ങി കഴിക്കാറില്ല. അപ്പം നമ്മൾ അതേപോലെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ വീട്ടിൽ ചെയ്ത് നോക്കിയാൽ കുഞ്ഞുങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാമല്ലോ. കടയിലൊക്കെ പോയി വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറച്ച് ടെൻഷൻ കാണും. ഹെൽത്തി ആണോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊള്ളാമോ എന്നൊക്കെ ടെൻഷൻ വരും. അതിന്റെ ദോശ റെഡി ആയിട്ടുണ്ട്. ഞാനിന്ന് മടക്കി ഒന്ന് തിരിച്ചും മറിച്ചും എടുക്കുവാണ്. നമ്മുടെ വലിയവർക്കാണെങ്കിലും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടും. കറിയൊന്നും വേണ്ട, നമുക്ക് ഇത് മാത്രം കഴിക്കാനായിട്ട് ഒരു പ്രത്യേക സ്വാദായിട്ടുള്ള ദോശയും കൂടി ഒന്ന് ചുട്ടെടുക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമ്മൾ എന്നും മുട്ട ഓംലേറ്റോ അങ്ങനെയൊക്കെയല്ലേ കൊടുക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് എന്താ ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് മുട്ട അവർ കഴിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് കൊടുക്കണം, നമുക്ക് മുട്ട കൊടുക്കണം. കുഞ്ഞുങ്ങൾക്ക് മുട്ട കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ഓരോ മെത്തേഡിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല ഉള്ളിൽ മുട്ടയുണ്ടെന്ന്, പക്ഷെ അവർ കഴിക്കുകയും ചെയ്യും. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. നിങ്ങൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ഒന്ന് ചെയ്ത് നോക്കണം. അതിനുശേഷം ഇതിന്റെ റിസൾട്ട് എന്നോടൊന്ന് പറയണം. ഞാൻ ഇങ്ങനെയുള്ള റെസിപ്പികളാണ് എൻ്റെ യൂട്യൂബിലൂടെ ചെയ്യുന്നത്. നിങ്ങൾ കണ്ട ശേഷം അതിലുള്ള എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം പറയണം. എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ അത് അനുസരിച്ച് തിരുത്താം. നിങ്ങൾക്ക് നല്ല റെസിപ്പികൾ അറിയാമെങ്കിൽ അതും പറഞ്ഞു തരാം. ഞാൻ വേറെ പാത്രത്തിലേക്ക് സർവ് ചെയ്യണം. ഓക്കെ, ബൈ.